അപ്പം ദേ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഒരു 3-3:30 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞിട്ട് സാധനം മേടിക്കാൻ പോവുകയാണേ. അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലുലു ചെന്ന് കഴിഞ്ഞപ്പോൾ ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ അങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഓണം ഇവിടെ നേരത്തെയല്ല ആഘോഷിക്കുന്നത്. അപ്പോൾ അവിടെ ഡ്രസ്സൊക്കെ ആണെങ്കിലും 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നാട്ടിൽ നിന്ന് ഡ്രസ്സ് ഞാൻ എടുത്തുകൊണ്ട് വന്നായിരുന്നു. പക്ഷേ എനിക്കും ആമിക്കുട്ടിക്കും തയ്പ്പിച്ചത് ബ്ലൗസ് ഒരേപോലത്തെ ആയിരുന്നു. പക്ഷേ എൻ്റെ മുറുകിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്കൊരു ഓണക്കോടി എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഓണക്കോടിയും കൂടെ എടുക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം മേടിച്ച് അടുക്കളയിലേക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉത്രാടപ്പാച്ചിലിൽ എന്നല്ല എല്ലാ സാധനങ്ങളും പോയി മേടിക്കുകയും പറക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഉത്രാടം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഓണം പരിപാടി നടത്താനേ പറ്റില്ല. കാരണം നമ്മുടെ ഓഫിൻ്റെയൊക്കെ അനുസരിച്ചായിട്ട് ഇവിടെ ഓണപ്പരിപാടി നടത്തുന്നത്. ഒരു 2 കൊല്ലം മുന്നേ ഓണപ്പരിപാടിക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ പോയി. നമ്മൾ കുറച്ച് പേരുള്ളൂ. എന്നാലും കുറച്ച് പേരുണ്ടെങ്കിലും നമ്മളൊന്ന് ആഘോഷിക്കും. നമ്മുടേതായ രീതിയിൽ ചെറുതായിട്ട് ആഘോഷിച്ചാൽ അതൊരു ആഘോഷം തന്നെയല്ലേ. പിന്നെ അതിനകത്ത് പിള്ളേരൊക്കെ ആണെങ്കിലും വളർന്നു വരും. എല്ലാവരും കാണട്ടെ ഓണാഘോഷമൊക്കെ. കുഞ്ഞൊരു ഓണാഘോഷം കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇപ്പം ഞങ്ങളുടെ 4 പേരുടെ ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആണെങ്കിലും ഒരു കുഞ്ഞ് കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യും കേട്ടോ എപ്പോഴും. കാരണം വലിയ ആഘോഷം നടത്തിയില്ലെങ്കിലും നമുക്ക് ഓർമ്മിക്കാനൊരു കുഞ്ഞ് ആഘോഷം മതിയല്ലോ. കുറേ കഴിയുമ്പോൾ ഈ ഫോട്ടോസൊക്കെ എടുത്ത് കാണുമ്പോൾ രസമല്ലേ. അപ്പം എപ്പോഴും നമ്മുടെ എന്നാ പറയുക ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പുതുമയോടുകൂടി ഓർക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളൊക്കെ ആണല്ലോ ആഘോഷിക്കണമല്ലോ. നമുക്കൊക്കെ ഒരു ലൈഫല്ലേ ഉള്ളൂ. അങ്ങനെ പച്ചക്കറിയൊക്കെ ആണെങ്കിലും ഓണത്തിൻ്റേതായ പച്ചക്കറികളൊന്നും വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ ഒക്കെ ലുലു ചെല്ലുവാണെങ്കിൽ നമ്മുടെ ഓണത്തിൻ്റെ ഇതൊക്കെ ഒട്ടിച്ചും പിന്നെ പൂവൊക്കെ കാണാൻ കേട്ടോ. പക്ഷേ ഇതിപ്പോൾ നേരത്തെ ഉണ്ട് സാധാരണ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓണത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല നമ്മൾ കുറച്ച് ഫാമിലീസുള്ളൂ. അപ്പം എല്ലാവരും കുറച്ച് സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ എല്ലാ പ്രാവശ്യം ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ട് നമുക്ക് മടുപ്പ് തോന്നും. അല്ലെങ്കിൽ ഒരാൾ തന്നെ ഉണ്ടാക്കും ഭയങ്കര പാടാണേ. അത് കഴിഞ്ഞിട്ട് ഞാനും കുറച്ച് ഓണക്കറികൾക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഓരോന്നൊക്കെ ഇതുപോലെ നോക്കിയും സാധനമൊക്കെ എടുത്തൊക്കെ നടക്കുവാണേ. അന്നേരം ശരിക്കും ഭയങ്കര നാട്ടിൽ ഓണമൊക്കെ മിസ് ചെയ്യണേ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു നാട്ടിലാണേലും എല്ലാ വീടുകളും അപ്പനും അമ്മയൊക്കെ തന്നെയുള്ളൂ. മക്കളൊക്കെ പലതും പല വഴിക്കാണ്. അപ്പോൾ മിക്ക വീടുകളിലും തന്നെ അപ്പനും അമ്മയും തന്നെ ഓണം ആഘോഷിക്കുന്ന വീടുകളൊക്കെ ചുരുക്കുക. പണ്ടത്തെയൊക്കെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അയ്യോ എന്ത് രസമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കും രാവിലെ എണീറ്റ് പൂക്കളത്തിനൊക്കെ പൂക്കളൊക്കെ പറിക്കാൻ പോകണതൊക്കെ. അങ്ങനെ അതേ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ച് ഷോപ്പിങ്ങൊക്കെ ഭയങ്കര നമ്മൾ സന്തോഷത്തോടെ ബില്ലടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ മുട്ടക്കണ്ണുണ്ട് ഞാൻ നോക്കും ബില്ല് കൂടിപ്പോയോ. ശരിക്കും നമ്മൾ പെണ്ണുങ്ങൾ പോകുമ്പോൾ കണ്ടകടാതെ സാധനങ്ങളെല്ലാം ചുമ്മാ മേടിക്കേണ്ടതൊക്കെ വാരിപ്പറക്കി ഇടും. അത് കഴിഞ്ഞ് ബില്ലടിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുമോ എത്രയായെന്ന്. അത് കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആമിക്കുട്ടി അതിനിടയ്ക്ക് ആമിക്കുട്ടിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ആമിക്കുട്ടി അതിൻ്റെ അതും ലേസൊക്കെ എടുത്ത് കഴിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുണി മേടിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഡ്രസ്സ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം സാരി ബ്ലൗസ് തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മേടിച്ചില്ല. അന്നേരം ഞാൻ അത് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു ചുരിദാർ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതെടുത്തത് നല്ലതെന്ന് പറഞ്ഞു. സെറ്റ് ചുരിദാറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഉള്ളതിൽ അത്ര വലിയ ഇതില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്നോട് തന്നാൽ ഞാൻ ഇഷ്ടമനുസരിച്ച് എടുക്കട്ടെ എന്ന് ഓർത്ത് എടുത്തു. പിന്നെ എൻ്റെ ഡ്രസ്സുകൾ മിക്കതും ഞാൻ ഇഷ്ടപ്പെട്ട് എടുക്കണതാണ്. നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ കൂടെയുള്ളവർ ഇതാ നല്ലത് ഇത് മേടിക്കുമെന്ന് പറയുമ്പോൾ നല്ല രസമല്ല അത് മേടിച്ചിടാനൊക്കെ. അങ്ങനെ ഓണത്തിന് മേടിച്ച് തന്ന ചുരിദാറിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. കാരണം ഇവരൊക്കെ മടുത്തു പോയായിരുന്നു. ഇതാണ് നമ്മുടെ സെഞ്ചുറി വെഡ്ഡിങ് നമ്മളെപ്പോഴും പോണ കടയായിട്ട്. സെഞ്ചുറി വെഡ്ഡിങ്ങിൽ അച്ചു, ഈ പുള്ളിയുടെ പേര് അച്ചു എന്നുണ്ട്, ഇത് വലിയ അച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ഇടും. നമ്മുടെ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഏതാണേലും ഓണമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളൊക്കെ ആണേലും നമ്മുടെ ഈ സെഞ്ചുറീസ് വെഡ്ഡിങ്ങിൽ നിന്നാണ് ഒരുമാതിരി എല്ലാ പ്രാവശ്യം തന്നെ ഡ്രസ്സ് എടുക്കണത്. അവിടെ മരുന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ പുള്ളി പറഞ്ഞു നല്ല കളക്ഷൻസൊക്കെ വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മുടെ ഓണപ്പരിപാടി നേരത്തെ ആയിപ്പോയില്ല. അത് കഴിഞ്ഞപ്പോൾ അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റഡി ടേബിൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളില്ല. അതിൻ്റെ അകത്ത് ആമിക്കുഞ്ഞ് കയറി നിന്നിട്ട് എന്തെങ്കിലും വരുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുട്ടി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോവുക. ശരിക്കും രാത്രിയായിരുന്നു കേട്ടോ. 8-9 മണിയൊക്കെ ആയിരുന്നു. ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അയ്യോ ആമിക്കുട്ടി ഓരോ ബഹളമായിട്ട് വന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളിനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര പാടാല്ലേ.
ഒന്നാമത് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മടുത്തായിരിക്കും പോകണം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം അടുക്കി പറക്കി ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിലും അല്ലാതെ കബോർഡിനകത്ത് വെക്കേണ്ടത് കബോർഡിനകത്ത് എല്ലാം വാരിപ്പറക്കി വയ്ക്കാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാടാല്ലേ. പോരാൻ വലിയ ഉത്സാഹം, തിരിച്ച് പവനായി ശവനായിട്ടായിരിക്കും പോകുന്നത്. അപ്പം